എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയുടെ ഏപ്രിൽ മാസത്തേത് വിതരണം തുടങ്ങി എന്ന തരത്തിൽ പല വീഡിയോകളും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ് വാട്സപ്പിലും കമന്റിലൊക്കെ സംശയം ചോദിക്കുന്നത്. വിതരണം ചെയ്തോ, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സേവന പെൻഷൻ വിഭാഗത്തിൽ വിളിക്കുകയും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്നും കിട്ടിയിട്ടുള്ള വിവരം കൃത്യമായിട്ട് അറിയിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ ആ കോൾ റെക്കോർഡ് ഒന്ന് കേൾക്കുക. ഹലോ, എൻ്റെ പേര് മുനീർ. ഈ ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കാറായോ? നമുക്ക് ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. ഗവൺമെന്റ് ഓർഡർ ഇറങ്ങാനുണ്ട്, ഓർഡർ കിട്ടിയില്ല, ഒന്നും വന്നിട്ടില്ല അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇതാണ് അവസ്ഥ. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വിതരണം തുടങ്ങി എന്ന തരത്തിൽ പറയുന്നത് സത്യമല്ല, അത് മനസ്സിലാക്കുക. വിതരണം തുടങ്ങിയിട്ടില്ല. ഫെബ്രുവരി മാർച്ച് മാസത്തെ 2 ഗഡുക്കൾ മാത്രമാണ് തുടങ്ങിയത്. ഫെബ്രുവരി മാസത്തിൽ ആദ്യം 10 ലക്ഷത്തിലധികം ആളുകൾക്ക് മാത്രമാണ് കിട്ടിയതെങ്കിൽ മാർച്ച് മാസത്തിൽ അത് കുറച്ചുകൂടി ആളുകൾക്ക് ലഭിച്ചു. മാർച്ച് മാസത്തിൽ ആദ്യം ലഭിക്കാത്ത ആളുകൾക്ക് 2000 രൂപയും ഫെബ്രുവരിയിൽ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് 1000 രൂപയുമാണ് മാർച്ച് മാസത്തിൽ കിട്ടിയത്. ചില ആളുകൾക്ക് ഫെബ്രുവരിയിൽ കിട്ടി, മാർച്ചിൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അടുത്ത വിതരണത്തോടൊപ്പം ആ കിട്ടാത്ത തുക കൂടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായിട്ടുള്ള അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന്റെ വിതരണത്തിന് നമുക്ക് കാത്തിരിക്കാം. ഈ മാസം തന്നെ അതിന്റെ വിതരണം ഉണ്ടാകും. ഇപ്പോൾ അതിന്റെ വിതരണം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ 32 ലക്ഷത്തോളം ആളുകൾക്ക് ഇതിന്റെ സഹായത്തിന് അർഹതയുണ്ട്. പക്ഷെ ഇപ്പോഴും 20 ലക്ഷത്തിന് താഴെ ആളുകളാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും അപേക്ഷിക്കാത്ത, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും ഒന്നും വ്യക്തിപരമായിട്ട് ലഭിക്കാത്ത, മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന 35 വയസ്സ് കഴിഞ്ഞ 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ അപേക്ഷ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളും ഇനിയും ഇതിന് അർഹത ഉണ്ടായിട്ടും അപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്താണ്, ഇലക്ഷന് മുമ്പായിട്ടാണ് 65,000-ഓളം പുതുതായിട്ട് BPL റേഷൻ കാർഡ് വിതരണം ചെയ്തത്. അങ്ങനെയുള്ള ആളുകൾ ഇതുവരെ വെള്ള, നീല റേഷൻ കാർഡിലായിരുന്നു. അപ്പോൾ പുതുതായിട്ട് പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ള ആളുകൾ, അതിലുള്ള സ്ത്രീകൾ, 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കുകയും ഈ സഹായം മാസാമാസം ലഭിക്കുന്ന ഈ 1000 രൂപ സഹായത്തിന് അർഹതയുമുണ്ട്. അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഇനിയും അപേക്ഷിക്കാത്തവർ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ മെസ്സേജുകളെല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കുക. സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ റിജക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയിട്ടുള്ളത്, അത് ക്ലിയർ ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പല ആളുകളുടെയും പേരിലെയും അഡ്രസ്സിലേക്ക് പൊരുത്തക്കേടുകൾ, അതായത് റേഷൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് ഇവയൊക്കെ നൽകുന്നുണ്ട്. ഇതിൽ 2 രേഖയിൽ 2 വ്യത്യസ്ത പേരുകളോ അല്ലെങ്കിൽ വ്യത്യസ്ത അഡ്രസ്സുകളോ ഉണ്ട് എങ്കിൽ റിജക്റ്റ് ആവുന്നുണ്ട്. പിന്നെ റേഷൻ കാർഡിൽ സ്ത്രീ എന്നുള്ളതിന് പകരം പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അതും റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധിച്ച് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടും അപേക്ഷ സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, പുരുഷൻ എന്ന് നിങ്ങളുടെ പേരിന് അടുത്ത് രേഖപ്പെടുത്തിയത് സ്ത്രീകൾക്ക് മാത്രമുള്ള സഹായമാണ്. അപ്പോൾ റേഷൻ കാർഡിൽ നിങ്ങളെ പുരുഷനായിട്ട് രേഖപ്പെടുത്തിയത് കൊണ്ടായിരിക്കും. അങ്ങനെയുണ്ട് എങ്കിൽ അത് തിരുത്തിയിട്ട് സ്ത്രീ ആക്കുക. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് സപ്ലൈ ഓഫീസിൽ പോകാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത വിതരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. വിതരണം തുടങ്ങിയിട്ടില്ല. വലിയ താമസമില്ലാതെ ഒരു 10 ദിവസത്തിനുള്ളിൽ അതിന്റെ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാം.